ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 വ്യാഴാഴ്ച ഇത് റിലീസായി തിയേറ്ററെത്തി മികച്ച അഭിപ്രായം നേടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആട് 3. ചിത്രം ഇന്ന് ബുധനാഴ്ചയോടെ ആദ്യ 7 ദിവസം പിന്നിട്ട് നാളെ വ്യാഴാഴ്ചയോടെ രണ്ടാം വാരത്തിലേക്ക് കടക്കുകയാണ്. ചിത്രം 6ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2,80,00,000 രൂപയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് 33,80,00,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ചൊവ്വാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി 5,50,00,000 റേഞ്ചിൽ നേടിയെടുത്ത ഈ സിനിമ 94,50,00,000 രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഉൾപ്പെടെ നിർമ്മാണ കമ്പനിയായ ഫ്രൈഡേ മൂവീസ് ഉൾപ്പെടെ പുറത്തുവിട്ട പോസ്റ്റർ പ്രകാരം ആദ്യ 7 ദിവസം കൊണ്ട് 101 കോടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഈ സിനിമ നാളെ 8ാം ദിവസമായ വ്യാഴാഴ്ചയോടെ മാത്രമേ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടുകയുള്ളൂ. 65 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ തിയേറ്റർ ഷെയറുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് കേരളത്തിൽ 33,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് 15,85,00,000 രൂപയാണ് ഷെയറായി ലഭിച്ചിട്ടുള്ളത്. വേൾഡ് വൈഡ് ഷെയറായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 44,31,00,000 രൂപയാണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടക്കാൻ ഷെയറായി 20 കോടിക്ക് മുകളിൽ ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ ഈ സിനിമ 45-50 കോടി റേഞ്ചിൽ ഇനിയും കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി 7ാം ദിവസം ബുധനാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഏകദേശം 2,50,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 36 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ 99 കോടി റേഞ്ചിലേ എത്തിച്ചേരൂ എന്ന് തന്നെയാണ് പൊതുവെ നിഗമനം വന്നിട്ടുള്ളത്. ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ 1000 കോടി ഉറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയുടെ ദുരന്തർ 2 രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 ഈദ് റിലീസായി തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ 6ാം ദിവസം കൂടിയായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 11,30,00,000 രൂപയാണ് ആദ്യ 6 ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട പുതിയ പോസ്റ്ററും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം ലോകമെമ്പാടുമായി 6 ദിവസം കൊണ്ട് 941 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 7ാം ദിവസമായ ബുധനാഴ്ചയിലേക്ക് വന്നാൽ കേരളത്തിൽ ഇന്നും 1 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 12,30,00,000 രൂപയാണ് കേരളത്തിൽ 7 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 80 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ സിനിമ ലോകമെമ്പാടുമായി 1020 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മാർച്ച് 19 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത കന്നഡ സിനിമയാണ് ലവ് മോക്ടെയിൽ 3. ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം ആദ്യ 4 ദിവസത്തെ കളക്ഷൻ 6,40,00,000 രൂപയാണ്. 5ാം ദിവസമായ തിങ്കളാഴ്ച 85 ലക്ഷം രൂപയും 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 80 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 6 ദിവസം കൊണ്ട് 8,05,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് 3,97,00,000 രൂപയും ഷെയറായി ലഭിച്ചിട്ടുണ്ട്. മാർച്ച് 19 തിയേറ്ററിൽ വിജയം വരിച്ച തമിഴ് സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കെൻ കരുണാസ്, ഹനിഷ്മ അനിൽകുമാർ, സുരാജ് ബെഞ്ഞാറമൂട് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 23,41,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 1,99,00,000, കേരളത്തിൽ 53 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 6,80,000, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 17 ലക്ഷം എന്നിങ്ങനെ 26,17,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $5,60,000, അതായത് 5,26,00,000 രൂപയും സ്വന്തമാക്കി. അങ്ങനെ 31,43,00,000 രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 7 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 14,51,00,000 രൂപ ലഭിച്ചിട്ടുണ്ട്. നാളെ മാർച്ച് 26 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് പ്രതിച്ഛായ. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ, ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത് ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. നിവിൻ പോളി, ഷറഫുദ്ദീൻ, ബാലചന്ദ്ര മേനോൻ, ആൻ അഗസ്റ്റിൻ, ഹരിശ്രീ അശോകൻ, സായികുമാർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ, തിയേറ്റർ കൗണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം നാളെ കേരളത്തിൽ 230 സ്ക്രീനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചാർട്ട് ചെയ്തിട്ടുള്ളത്. പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ 23 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിലായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 41 ലക്ഷം രൂപയാണ്. സിനിമയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ ആരംഭിക്കുന്നത് രാവിലെ 10 മണിക്കാണ്. 2 മണിക്കൂർ 40 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.